ഞങ്ങൾ അയ്യപ്പ സംഗമം ഇവിടെ നടത്തി കഴിഞ്ഞ ഉടൻ തന്നെയാണല്ലോ പിന്നെ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് പുറത്തു വന്നു. ആ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ. ഒട്ടനവധി വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ SNDP, NSS അങ്ങനെ ഒരു സമുദായ സഖ്യം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് UDFന് ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തലേക്ക് വന്നായിരുന്നു. ഇത് അങ്ങനെ വരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണോ? അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയും. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനമായി പോകുമ്പോൾ എല്ലാവരുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംയമനത്തോടു കൂടി പോകാനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതനുസരിച്ച് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇനിയിപ്പോൾ സമയമുണ്ട്. സമയം ഇനിയും കിടക്കുകയല്ലേ. നിങ്ങൾ സമയം ചുരുക്കാതിരുന്നാൽ മതി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങളുടെ ജാഥയൊക്കെ വരുന്നുണ്ട്. ജാഥ കഴിഞ്ഞിട്ട് പിന്നീടാണ് മാർച്ച് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ആ സ്ഥാനാർത്ഥികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ്. അത് നിങ്ങളുണ്ടാക്കിയ ചർച്ചയല്ലേ. തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർ എന്ന് മാത്രമല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്.